ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗൈസ്? എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അതായത് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടും ക്ഷമയൊന്നും ഇടയ്ക്ക് കുറവില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ലോങ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തീരുമാനിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന്. അപ്പോൾ രാവിലത്തെ പണികളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്ന് വെള്ളിയാഴ്ച ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ ഷൈബാടുന്ന് കൊണ്ടുവന്ന ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ചിക്കൻ ബിരിയാണി തട്ടിക്കൂട്ടിയൊക്കെ വയ്ക്കാമെന്ന്. അപ്പോൾ ചിക്കനെല്ലാം ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ തണുപ്പ് മാറി. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്ത്, അപ്പോൾ ദത്തൻ കിളി ഇതാ അവിടെ ഇരിപ്പുണ്ട്. കടിച്ച് അപ്പുറത്തെ പൂച്ചയായിട്ട് പോയി കടി കൂടി പിറം അത്രയും മുറിഞ്ഞു വാരി. ഞാൻ വഴക്ക് പറഞ്ഞിറങ്ങി പോകാനൊക്കെ പറഞ്ഞു. 2 ദിവസം മുകളിൽ ഷെയ്ഡിൻ്റെ മുകളിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. വീട്ടിൻ്റെ അകത്ത് കയറില്ലായിരുന്നു. വഴക്ക് പറഞ്ഞുകൊണ്ട് അടിച്ച് ചെയ്യും. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി എന്ന് പറയുമ്പം ഇന്ന് നമുക്ക് മുളക് പൊടിയൊന്നും നമ്മളതിൽ ചേർക്കുന്നില്ല. പച്ചമുളകും വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പട്ട ഏലക്ക ഗ്രാമ്പു ഇതെല്ലാം കൂടെ നമ്മളിട്ട് പൊടിച്ച് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം മുളക് പൊടിയുടെ നമ്മളെന്ന് മുളക് പൊടിയൊക്കെ ഇട്ടല്ലേ നമ്മൾ ചിക്കൻ കറിയിൽ വെക്കണം. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ട്, അത് ഞാൻ വേറെ യൂട്യൂബിലൊന്നും കണ്ടൊന്നുമല്ല, എനിക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ഞാൻ വയ്ക്കും. മുമ്പ് ഞാൻ ഇതുപോലെ വെച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്ന കണക്കൊക്കെ ഞാൻ വയ്ക്കും. വെച്ച് നോക്കുന്ന കഴിച്ചിട്ടുള്ളതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് ബിരിയാണി ആക്കാമെന്ന് വെച്ചാണ് ഇന്നതുപോലെ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സവാളയും ചെറിയ ഉള്ളിയും, ഞാൻ ഇന്നത്തെ ചിക്കൻ കറിയിൽ ചെറിയ ഉള്ളിയും എല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിനി സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കിയൊക്കെ എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ അപ്ഡേറ്റിങ്ങും ഒക്കെ വന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതായത് എനിക്കതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല. 500 സബ്സ്ക്രൈബറായ മുകളിലോട്ടുള്ളവർക്ക് 5 ലക്ഷത്തിന് താഴെ അങ്ങനെ എന്തൊക്കെയാണ് ഇതിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയതാണ്. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. അപ്പം എനിക്കിപ്പോൾ 500 ആയിട്ടില്ല. അപ്പം അതിന് മുകളിലോട്ടുള്ളവർക്ക് എന്താ ഹൈപ്പോ അങ്ങനെ എന്താ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. പോയിൻ്റ് അങ്ങനെ എന്തൊക്കെയാണ്. അത് കൂടുതൽ അറിവുള്ളവരടുത്ത് ചോദിച്ചാലേ എനിക്ക് അറിയത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള അപ്ഡേറ്റിങ്ങൊക്കെയാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അതൊന്നും അറിയത്തില്ല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ 500 മുകളിലോട്ടുള്ളവരാരുമെന്ന് പറയണം. എനിക്കത് ആവാത്തത് കൊണ്ട് എനിക്ക് അതിനെ കൂടുതൽ പഠിക്കണം എന്താണെന്നുള്ളത്. അറിവുള്ളവരടുത്ത് ചോദിച്ചത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ സവാള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള അരി ഇത് ഞാൻ എടുത്തേക്കുന്നത് ചൈതന്യയുടേതാണ്. കൈമ റൈസ് അല്ല, ചൈതന്യയുടെ. ഇത് അരി ഒരു നാഴി കുറച്ചും കൂടെ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് 2 പേരല്ലേ ഉള്ളൂ, അത് മതി. അപ്പം അരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടൊരു 5-6 മിനിറ്റോളം വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിക്കനിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും മുളക് പൊടി ഒരു നുള്ളു മുളക് പൊടി അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചിക്കനെല്ലാം നമുക്കിനി ഒരു 5 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ബാക്കി ചിക്കനെല്ലാം നമുക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് വരപ്പോൾ അത് പിരിന്ന് പോകത്തുമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അല്ലാതെ നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോൾ അത് വെന്തങ്ങ് പിരിന്ന് പോകും. ചിക്കനല്ലേ, ബ്രോയിലർ കോഴിയല്ലേ, പെട്ടെന്ന് വേവുന്ന ഒരു ഇതല്ലേ ബ്രോയിലർ കോഴി. അപ്പോൾ ഇനി നമുക്ക് ചോറ് വയ്ക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം സവാളയും ചെറിയൊരു സവാളയും പിന്നെ പട്ട ഏലക്ക എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് എണ്ണയിലൊന്ന് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വാട്ടിയിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം അത് വാടി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കുള്ള അരിയും കൂടെ ഇട്ട് കൊടുത്ത് അരിയല്ല, നമുക്ക് അരി തന്നെ, അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒരു 3-4-5 മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം. അരി വറുത്തെടുത്തിട്ട് ഇത് വോയിസ് എനിക്ക് കൂടെ കൊടുക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ കോഴിയുടെ ബഹളങ്ങളൊക്കെ അറിയാമല്ലോ. അത് വെള്ളം ആവശ്യത്തിന് വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത പാത്രത്തിനുള്ള അളവിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അത് അരി ഇത്ര വേണമുള്ളത് അതിന് 2 പാത്രം നിറച്ചും എടുത്തിട്ടില്ല, പകുതിയോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഇട്ട് നമുക്കിനി നല്ലതുപോലെ ഒന്ന് വാടി വരണം, നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ഇത് ഞാൻ കുക്കറിലിട്ടല്ല വേവിച്ചു, മറ്റേത് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് എടുക്കുമായിരുന്നു. അതപ്പോൾ എണ്ണ തോനെ ഉപയോഗിക്കേണ്ടെന്നുള്ളതേ ഉള്ളൂ. എല്ലാം ടേസ്റ്റൊക്കെ ഒരുപോലെയൊക്കെ തന്നെ. അപ്പം ഇതുപോലെ കുറച്ച് നേരം കിടന്ന് നല്ലതുപോലെ വാടി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന ഉള്ളി, സവാള മൂപ്പിച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഇനി ഒന്ന് ഇതായി വരണം. കുറച്ച് ഒരു വേവുണ്ട് അതിൽ, ചിക്കനിൽ ഞാൻ ഒന്ന് വാട്ടിയെടുത്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഫ്രൈ ആയില്ല, ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഒരു എന്തോ പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു വെള്ളമൊക്കെ അരപ്പൊക്കെ നല്ലതുപോലെ അതിൽ പിടിച്ച് ഇതായി വന്നിട്ട്, ഇതാണ് നമ്മുടെ ദം ചെയ്യുന്ന പരുവത്തിനുള്ളത്. നമ്മളിങ്ങനെയാണ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും അറിയാം, പിന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പം ചോറും നമ്മുടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നെയ്യും വീഴ്ത്തി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ സമയം 1:30 ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഇനിയേ വരത്തുള്ളൂ. പിന്നെ അപ്പോൾ നമുക്ക് ചോറെല്ലാം നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചോറെല്ലാം അവിടെ നമ്മൾ 2 തട്ടാക്കിയിട്ടുണ്ട്. 2 തട്ടാക്കി എല്ലാം ഇനി കുറച്ചൊരു 2 മിനിറ്റോളം നമുക്ക് ഇനി അതൊന്ന് അടച്ച് വയ്ക്കണം. നെയ്യ് നമുക്ക് ഇതിൻ്റെ മേലിൽ കുറച്ച് വീഴ്ത്തി കൊടുത്ത്, ഇതിൽ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അടുത്ത ഘട്ടം നമുക്ക് പപ്പടം വറുത്തെടുക്കാം. ഇതിൽ തടി ഇറക്കുന്നതിൻ്റെ മെഷീൻ്റെ സൗണ്ടാണ് വെളിയിൽ കേൾക്കുന്നത്. അപ്പോൾ കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി പുറത്തോട്ട് ജോലിയുണ്ട്. കോഴി കിടന്നുള്ള വിളിയാണ്. അപ്പോൾ അവിടുത്തെ കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച് കുറച്ച് രമ്പേല അവിടെ നല്ല പിടിച്ച് നിൽപ്പുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. അപ്പോൾ എൻ്റെ കോഴികൾ കിടന്ന് വിളിച്ചെന്ന് പറഞ്ഞില്ലേ, മുട്ട ഇട്ടിട്ട് കിടന്ന് വിളിയായിരുന്നു. എപ്പോഴും എടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അത്രയും കൊത്തി കുടിക്കും. അങ്ങനെ ഞാൻ കൂട്ടിലോട്ട് കയറി. അപ്പോൾ ഇന്നലെ കൂട് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വൃത്തിയാക്കി ചാക്കൊക്കെ ഇട്ട് കൊടുത്ത്, ചാക്ക ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തം വേസ്റ്റും. ഒരു 2 ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ വൃത്തിയാക്കുന്നതാണ് കോഴിക്കൂട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നാളത്തെ വീഡിയോ കാണുമ്പോൾ അസ്സലാമു അലൈക്കും.